ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അതായത് നമുക്ക് വിഷുവൊക്കെ ആവാനായല്ലോ. അപ്പോൾ വിഷു ആയി കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട്ടുകാർക്ക് എസ് എം സ്ട്രീറ്റിലൊന്ന് പോയി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ അതാ രാവിലെ തന്നെ ഞാൻ അമ്മേനെയും കൂട്ടിയിട്ട് ഇറങ്ങുകയാണ്. ആസ് യൂഷ്വൽ നമ്മൾ ഓട്ടോന് തന്നെയായിരുന്നു പോയിട്ടുണ്ടായത്. പിന്നെ രാവിലെ ആ ഒരു സമയമാകുമ്പം അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ അത്ര റഷ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നത് ചൈന മാർക്കറ്റിലേക്കായിരുന്നു. ഞാൻ മുന്നൊരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ റേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഇതൊക്കെ ജസ്റ്റ് 30 റുപ്പീസിന് നെക്ക് പീസസ് ആണ്. ഈ കാണുന്നതൊക്കെ 210 എന്തായാലും 300ൻ്റെ ഉള്ളിലാണ് ഈ കാണുന്നതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഈ 240 റുപ്പീസിൻ്റെയും 120 റുപ്പീസിൻ്റെ ഒക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗി തന്നെ ഉണ്ടായിരുന്നു. ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ, നമ്മളിപ്പോൾ എന്തായാലും കേരള സാരിയൊക്കെ ഉടുക്കും ഈ ഒരു വിഷു ടൈമിൽ ഉടുക്കുമല്ലോ. ആ സമയത്ത് ചിലപ്പം നമ്മൾ ആകെ ഒരൊറ്റ ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പൈസ മുടക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ എസ് എം സ്ട്രീറ്റിൽ കോൺകോ ബസാറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ചൈന മാർക്കറ്റ് വരുന്നത്. സെറ്റ് സാരിക്കും അതേപോലെ നോർമൽ സാരിക്കും ഒക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് മാലകൾ തന്നെയാണ്. അത് ഇങ്ങനെ ഒരു നെക്ക് പീസസ് മാത്രമല്ല, ലോങ് ലോങ് ചെയിൻ ടൈപ്പിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം റേറ്റ് കുറവ് കാണുമ്പം ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളൊരു സംശയം ഉണ്ടാവും. പക്ഷേ എനിക്കവിടെ കണ്ടതിൽ അത്ര വലിയ ക്വാളിറ്റി കുറവൊന്നും തോന്നിയിട്ടില്ല. എന്നാലും അത് എന്താ പറയുക, ഒരുപാട് നാൾ യൂസ് ചെയ്യാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഞാനിവിടുന്ന് ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത്. വാങ്ങിച്ചപ്പോൾ തന്നെ എനിക്കങ്ങനെ ചിലത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി വലിയ മോശമാണെന്ന് തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അമ്മയ്ക്ക് ഇതേപോലെ അവിടെ ഒരു നല്ലൊരു നെക്ക് പീസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും അത് എടുക്കാമെന്ന്. ഇതിന് ആകെ 200 സംതിങ്ങേ വരുന്നുള്ളൂ. അങ്ങനെ ഇത് നമ്മൾ അവിടുന്ന് എടുത്തു ട്ടോ. പിന്നെ അവിടെ ഒരുപാട് ഇതേപോലത്തെ ക്ലിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഫ്ലവർ മോഡല്, ഒരുപാട് കളേഴ്സ് ഉണ്ട് ട്ടോ. അപ്പോൾ നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ടോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ ഇതിനൊക്കെ വരുന്നത് ജസ്റ്റ് 20, 30 ആ ഒരു റേഞ്ചിലാണ്. 10 രൂപേൻ്റെയും വരുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു 30 റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇതേപോലെ ബണ്ണുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു 20, 10, 30 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതേപോലെ കുറച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ചെറിയ മക്കൾക്കൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ നമുക്കും ഇടാം ട്ടോ. അങ്ങനത്തെ കുറച്ച് ക്ലിപ്പുകളുണ്ട്. പിന്നെ വാച്ചുകൾ പിന്നെ ഞാൻ ഓവർ നോക്കാൻ പോയിട്ടില്ല. പിന്നെ ഈ കാണുന്ന കുഞ്ഞി കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ക്ലിപ്പുകളുണ്ടായിരുന്നു. ഫ്ലവർ ടൈപ്പും ബട്ടർഫ്ലൈ മോഡലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നെയിൽ പോളിഷുകൾ ഉണ്ടായിരുന്നേ. അതും ഓരോരോ റേഞ്ചിലാണ് ഉള്ളത്. എന്നാലും ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ മേക്കപ്പ് ഐറ്റംസ്, ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക്, പിന്നെ ഐ ഷാഡോ പാലറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദാ ഈ ഒരു ഹെയർ ബാൻഡ്, അത് കാണാൻ നല്ല ഭംഗി കണ്ടപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയതാട്ടോ അമ്മ. അതും നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെയൊന്നും എപ്പോഴൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിനും ആകെ 20, 30 ആ ഒരു റേഞ്ച് തന്നെയേ വരുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ പൊട്ടിനൊക്കെ വെറും 5 രൂപയാണ് ട്ടോ. ഈ കാണുന്ന വലിയ ഇതിനൊക്കെ 10 റുപ്പീസും ബാക്കി ആ ചെറുതിനൊക്കെ ഒരു 5 രൂപ മാത്രമാണ് വരുന്നത്. അതിപ്പോൾ കല്ലുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒക്കെ. ഇനിയിപ്പോൾ ദാ നമ്മളുടെ ഇയറിംഗ് സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ ഏതെടുത്താലും 30 രൂപയാണ്. ഇതേപോലെ ഹാങ്ങിങ്സ് വരുന്ന ജുംക ടൈപ്സ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് എടുക്കാൻ പറ്റിയ എല്ലാ കളേഴ്സിലും ഉണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും കമ്മലിൻ്റെ ഇടയിൽ നിന്ന് അതൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു ക്ഷമയും കൂടെ വേണേ. പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂവിൻ്റെ ബണ്ണ്. പക്ഷേ ഇത് ഭയങ്കര കുഞ്ഞായതുകൊണ്ട് തന്നെ ഞാനത് എടുത്തില്ല. പിന്നെ അതാ ഇതേപോലത്തെ കുറച്ച് ബ്രേസ്ലെറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റഡൊക്കെയാണ് ഇയറിങ്സിൽ വരുന്നതെങ്കിൽ 10 രൂപേൻ്റെ ഉണ്ട്, 5 രൂപേൻ്റെ ഉണ്ട്. പിന്നെ ഒരു 10 റുപ്പീസ് മുതൽ 60 റുപ്പീസ് വരെ ഉള്ളതും ഉണ്ട്. അങ്ങനെ എല്ലാം ഓരോരോ റേഞ്ചിലാണ് ഉള്ളത്.
അങ്ങനെ നമ്മളിതാ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. പിന്നെ നമ്മളിതാ ഇനി ഒരു ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു. അപ്പം നല്ല വെയിലാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കുറച്ച് ഉച്ചയായിട്ടുണ്ടായിരുന്നു നമ്മളവിടുന്ന് ഇറങ്ങുമ്പോ തന്നെ. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര റഷൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ടൗണില്. പിന്നെ ഇതാ വിശന്നപ്പം നമ്മളൊരു കോൺ ഐസ്ക്രീം കഴിച്ചിട്ടാവാ ബാക്കിന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടാന്ന്. അങ്ങനെ ഞാനൊരു കോൺ ഐസ്ക്രീം വാങ്ങിച്ചേ. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ്. പിന്നെ ദാ ഇതായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സംഗീതിലൊക്കെ ഒന്ന് കേറി നോക്കി. പക്ഷേ സംഗീതിലൊന്നും കളക്ഷൻസ് സത്യം പറഞ്ഞാല് എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ സാരീസൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ കുർത്തിയൊന്നും അധികം ഒരു കളക്ഷൻ ഇല്ലാത്ത പോലെ തോന്നി. പിന്നെ നമ്മൾ എസ്എമ്മിൽ തന്നെയുള്ള ഒരു 2, 3 ഷോപ്പ് കേറി ഇറങ്ങിയിട്ട് ഫൈനലി എനിക്കൊരു ഡ്രസ്സ് കിട്ടിട്ടോ. അപ്പൊ നമ്മളെ മനസ്സിന് പിടിച്ച സാധനം കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണല്ലോ അല്ലേ? എന്നാലും ഫൈനലി കിട്ടി. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു 2, 3 മാറ്റ് വാങ്ങാനുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ ഒയാസിസിൻ്റെ ഉള്ളിൽ കുറേ മാറ്റുകൾ ഉണ്ടാവല്ലോ. അങ്ങനെ അവിടുന്ന് നമ്മൾ 2 മാറ്റൊക്കെ വാങ്ങിച്ചു. അതേപോലെ വിഷു ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇതേപോലത്തെ ആർട്ടിഫിഷ്യൽ കണിക്കൊന്നകൾ ഉണ്ട് ട്ടോ. പിന്നെ നമുക്ക് ഒറിജിനൽ കിട്ടുന്നോണ്ട് അത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇതാ പിന്നെ വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മള് സ്ഥിരം പോകുന്ന മാങ്ങയിൽ പോയി ഒരു മാംഗോ ജ്യൂസും അതേപോലെ സമൂസയും കടുക്ക നിറച്ചതും ഒക്കെ കഴിച്ചേ. അങ്ങനെ അമ്മ ദാ ഹാപ്പിയായി. ഞങ്ങൾ രണ്ടുപേരും നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നും കഴിക്കാതെ ഉച്ചയൊക്കെ ആവും ചെയ്തു. അങ്ങനെ തൽക്കാലം വീട്ടിലെത്താനുള്ള ഒരു വിശപ്പ് അടക്കാനാണ് നമ്മളവിടെ കേറിയത്. നമ്മളിതാ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സാധനങ്ങൾ ഇനിയും വാങ്ങിക്കാനുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ടയേർഡ് ആയതുകൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.